ഹായ് ത്രിപുര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാനറ്റോറിയത്തിൽ വന്നുള്ള കാഴ്ചകളാട്ടോ. ഇതിൻ്റെ പുറം കാഴ്ചകളൊക്കെ ഒരു വീഡിയോ ആയിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലൂടെ കയറി ഫസ്റ്റ് നമ്മൾ കയറുന്നത് ഫൺ സയൻസിലേക്കാട്ടോ. ഇവിടെ നമ്മൾ കുട്ടികളായാലും വലിയവരായാലും നന്നായിട്ട് രസിപ്പിക്കുന്ന കാര്യങ്ങളാട്ടോ ഉള്ളത്. ചിലതൊക്കെ ഇത് എങ്ങനെയെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇവിടെ ഓരോന്നും കാട്ടിത്തരുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ബട്ടൺ ഞെക്കുന്ന സമയത്ത് കറണ്ട് ഇങ്ങനെ ഒരു കമ്പിമ കൂടെ ഇങ്ങനെ പോകുന്ന കേട്ടോ കാട്ടണം. അടുത്ത് നല്ല രസമാട്ടോ. നമ്മൾ കൈ ഇങ്ങനെ അവിടെ ഇങ്ങനെ തട്ടിയാൽ നല്ല മ്യൂസിക് ഇങ്ങനെ കേൾക്കാം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ധ്രുവത്ത് അവിടെ മെനക്കെട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ധ്രുവത്ത് എന്തൊക്കെയോ പിടിച്ച് ഞെക്കുന്നുണ്ട് കേട്ടോ. എന്താന്ന് പോലും അവനെ അറിയില്ല. ചിലതൊക്കെ അവർക്ക് മനസ്സിലാവായിട്ട് അവർ വായിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ അടുത്ത് തന്നെ ബോർഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വളരെ രസകരമായി തോന്നിയത് ഇതാട്ടോ. ഇത് നമ്മൾ കൈ വെച്ചാലോ അല്ലെങ്കിൽ നമ്മൾ മുഖമൊക്കെ വെച്ചെടുത്താലോ അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയാലോ അതേപോലെ കാണിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മെനക്കെട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വെക്കുന്നുണ്ടപ്പോൾ ഞാനും ഒന്ന് വെച്ച് നോക്കിയാട്ടോ. അപ്പുറത്തെ ഭാഗം അതേപോലെ കൈൻ്റെ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അടുത്തത് എനർജി ബോൾ ആട്ടോ. ഈ എനർജി ബോൾ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. ബോൾ അവിടെയും ഇവിടെയൊക്കെ കുടുങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ഒന്ന് ശ്രമിച്ച് നോക്കി എന്താണ് ഇതിൻ്റെ സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല. ബോൾ അപ്പുറമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് നോക്കിട്ടോ. ഇതാണ് മുള്ളുകിടക്ക. കുറേ ആണികൾ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഇരുന്നാലും നമുക്കൊന്നും പറ്റില്ല കേട്ടോ. അപ്പം അതൊക്കെ ഓരോ സയൻസ് പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളാട്ടോ. അതവിടെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കളർഫുൾ ഷാഡോ കേട്ടോ. കളർഫുൾ ഷാഡോ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ റെയിൻബോ കളറിലാണ് ഷാഡോ കാട്ടുക. നമ്മൾ ഷാഡോ റെയിൻബോ കളറിൽ കാണും. അടുത്തതാണ് മാജിക് മിററിൻ്റെ ഒരു സെക്ഷനിലേക്ക് ആട്ടോ പോകുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും നമ്മളെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് മിററാണ് ഇവിടെ. മിറർ കണ്ട പിന്നെ അവിടെ തന്നെ കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ മക്കളെ എല്ലായിടത്തേക്കും ഞങ്ങളെ വലിച്ചു കൊണ്ടുപോയിരുന്നു കേട്ടോ. ഇതിനെന്തോന്ന് പറയുന്നു കേട്ടോ. മിറർ മാജിക് തന്നെയാണ്, പക്ഷേ ഇതിന് വേറെ എന്തോ ഒരു പേരുണ്ട്. നമ്മൾ എവിടെ പോയാലും നമുക്ക് നമ്മളെവിടെയാന്ന് മനസ്സിലാവുന്നില്ല, എയിലെ പോകണമെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അടിപൊളിയായിരുന്നു എന്തായാലും. ഇതൊരു ലൈറ്റ് കേട്ടോ. ശരിക്കും അതൊറ്റൊന്നേ ഉള്ളത്, പക്ഷെ നമുക്ക് ഒരുപാടുള്ള പോലെ തോന്നുന്നുണ്ടല്ലേ. അടുത്തതൊരു കിണറാട്ടോ. അന്തമില്ലാ കിണർ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് കുറേ ആഴമുള്ള പോലെ തോന്നും, പക്ഷേ കുറച്ച് ആഴമുള്ളൂ കേട്ടോ. അത് നമ്മളെ കണ്ണിൻ്റെ വേറൊരു തോന്നലാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് രണ്ടും, പക്ഷേ ഒന്ന് കളറായിട്ട് തോന്നിക്കുന്നതാണ് കേട്ടോ. അടുത്തത് പൊള്ളിയാട്ടോ. ഇത് പുതിയതാണ്. ഞങ്ങൾ മുന്നേ വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇത് പുതുതായിട്ട് അവർ ചെയ്തതാണ്. ഇത് ബഹിരാകാശത്തെയും പിന്നെ ചന്ദ്രനെയും ഒക്കെ എല്ലാ ഭൂമിയെയും ഒക്കെ പറ്റി പഠിക്കുന്നൊരു സംഭവം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു ബഹിരാകാശത്ത് പോയ ഒരു പ്രതീതി കിട്ടും കേട്ടോ. അത് തന്നെ നമുക്ക് ബഹിരാകാശത്ത് പോകുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാരെ കാണാം കേട്ടോ. ഇവിടെ ഇതൊരു സ്ക്രീനാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് ചാടി കഴിഞ്ഞാൽ അവരും നമ്മളപ്പുറം ചാടും കേട്ടോ. അപ്പോൾ ഇവിടെ ലോകം മെനക്കെട്ട് ചാടി നോക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ആദ്യം അതിൻ്റെ പോയിന്റ് കണ്ടിട്ടില്ലായിരുന്നു. ആ പോയിന്റിൽ നിന്ന് ചാടിയാൽ അവർ ചാടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഭൂമി എന്താണ്, ബഹിരാകാശം എന്താണ്, ചന്ദ്രൻ എന്താണ് ഒക്കെ നമുക്ക് വേഗം തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. മുകളിലൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാട്ടോ അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നത്. ഈ ഒരു സംഭവം ഇത് പുതിയതാണ്. അപ്പം ഇതവർ കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. അവരെന്നല്ല, ഞങ്ങളും ഞെട്ടി കേട്ടോ ഈ ഒരു കാഴ്ച കണ്ട സമയത്ത്. അടിപൊളി എക്സ്പീരിയൻസ് ഉണ്ടായിന്. എനിക്ക് ദ്രവനേക്കും ഒക്കെ നല്ല ഇഷ്ടമായി. ഇവിടേക്ക് എല്ലാവരും ഒന്ന് വന്ന് നോക്കണം. അത്രയും നല്ല രസമുള്ള സ്ഥലം അത്. നമുക്ക് ഇവിടെ വന്നാൽ ബഹിരാകാശത്തെ പറ്റിയും ഭൂമി എന്താണെന്നും ഇവിടെ വന്നാൽ വേഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ പറഞ്ഞ പോലെ തന്നെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ ഇതാ ആകാശ വിജ്ഞാനത്തിൻ്റെ ഉദയങ്ങളെ ആട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മക്കൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പിക്ചറിൽ കാണും പോലെയല്ല, ശരിക്കും ഇവിടെ വന്നൊരു സ്റ്റാച്യു കാണുന്ന സമയത്ത് അവർക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ആധുനിക കാലത്തെ ഇന്ത്യൻ സൂര്യ ഘടികാരം കേട്ടോ ഈ കാണുന്നത്. ഘടികാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോഴത്തെ ക്ലോക്ക് കേട്ടോ. പണ്ട് ഇങ്ങനെയായിരുന്നു കേട്ടോ സമയം നോക്കിയിരുന്നത്. പിന്നെ ഇവിടെ സീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നിരുന്ന് കഴിഞ്ഞ് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസിൽ പോയൊരു അനുഭവം കേട്ടോ കിട്ടുക. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെയാണെന്ന് തോന്നിപ്പോകും. അത്രയും നല്ല രീതിയിൽ അവർ സ്ക്രീനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചർ രൂപം. അപ്പം എനിക്ക് തോന്നുന്നു ഓരോ ഇതിലേക്കും കള്ളിയിലേക്കും സൂര്യനിങ്ങനെ താഴുന്ന, അതായത് ഉദയവും അസ്തമയവും കാണുന്നതാണ് അവിടെ കാട്ടുന്നത്. പിന്നെ ഇതൊക്കെ ജ്യോതിശാസ്ത്രത്തെ രൂപപ്പെടുത്തിയ ഉപകരണങ്ങളാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊത്തം പുരാതന ഉപകരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്.
ഇതാണ് ജന്തർ മന്ദർ പുരാതന ജ്യോതിശാസ്ത്ര സ്മാരകങ്ങൾ കേട്ടോ. അപ്പം എല്ലാം അതിൻ്റേതായ എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ അവരിവിടെ താഴെ തന്നെ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ ഒരു പ്ലാനറ്റ് പോയാൽ നമ്മുടെ വെയിറ്റ് എത്രയായിരിക്കും കേട്ടോ. നമ്മളവിടെ ഒരു ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അതവിടെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കുറേ ഗ്രഹങ്ങളൊക്കെ കാണിച്ചും കൊണ്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു സൂര്യൻ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തുന്ന സമയത്ത് നമ്മൾ സൂര്യൻ്റെ അടുത്ത് പോയ പോലെ തന്നെ ഒരു ഫീലാട്ടോ കിട്ടുക. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുക കേട്ടോ. എന്താ സംഭവം നോക്കിയപ്പോഴാണ് അതിൽ ഒരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വന്നിട്ട് കറങ്ങി 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 ലാസ്റ്റ് ആ കുഴിയിലേക്ക് ഇങ്ങനെ പോകും കേട്ടോ. അപ്പം അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രാവിറ്റി ആണ് സംഭവം. അത് അടുത്ത സ്ക്രീനാട്ടോ. അപ്പം അതിൽ ചന്ദ്രനിൽ പോയതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ നിന്നാൽ കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കണ്ട് പഠിക്കാൻ മാത്രമുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ കളറ് മാറിക്കൊണ്ടിരിക്കട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സൂര്യനാണ്. സൂര്യൻ ഇങ്ങനെ കണ്ടില്ലേ, തീഗോളാട്ടോ, ഭയങ്കര. നമുക്കത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാവും. കാരണം ഒറിജിനൽ പോലെ തന്നെ അവർ സ്ക്രീനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഭാഗം പുറത്തേക്ക് പൊന്തിയും കൊണ്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് അത് തന്നെയാണെന്ന് തോന്നും. പിന്നെ ഇത് ടെലസ്കോപ്പ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് ചന്ദ്രൻ്റെ ആ ഒരു ഉപരിതലമൊക്കെ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് അവർ അത് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗലീലി. അപ്പം ടെലസ്കോപ്പ് കൂടെ നോക്കുകയാണ് പുള്ളി. അപ്പം ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. മെഴുക് പ്രതിമയാണെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏകാഗിയായ നക്ഷത്ര നിരീക്ഷകൻ എന്നാട്ടോ ഇവിടെ ഹെഡിങ് തന്നെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതാട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിന്നാൽ ശരിക്കും നമ്മൾ നല്ല അന്തം വിട്ട കുന്തം പോലെ നിൽക്കുമെന്ന് പറയാലോ. അത്രയും ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാൽ. ആകാശത്ത് പോയൊരു പ്രതീതി തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് ചീനവല. നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഉപയോഗിക്കണ മീനൊക്കെ പണ്ടത്തെ രീതിയാട്ടോ. മീൻ വലയിട്ട് പിടിക്കുന്ന പണ്ടുള്ള രീതിയാണ്. അതിവിടെ ഒരു അതിൻ്റെ മിനിയേച്ചറിൽ ചെയ്ത് വെച്ചാണ്. ഇതിവിടെ ഒരു സ്വിച്ച് ഇട്ടാൽ മഴ അങ്ങനെ പെയ്യൂട്ടോ. മഴേൻ്റെ റീസൈക്കിളാണ് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ആരൊക്കെയോ ഞെക്കി അത് കേടാക്കി വെച്ചിട്ടുണ്ട് സംഭവം. ഇതാണ് നമ്മൾ ചന്ദ്രന് കൊണ്ടുവന്ന കല്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ചന്ദ്രന് കിട്ടിയ കല്ലുകളാണ്. ഇത് ഒറിജിനലാണോ അല്ലേ ഇവിടെ വെച്ചെന്നൊന്നും അറിയില്ല. പക്ഷേ ചന്ദ്രന് നമുക്ക് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന കല്ലുകളാട്ടോ അവിടെ കാണുന്നത്. ഇതിൻ്റെയൊക്കെ അടിയിൽ അതിൻ്റെ ഓരോ നോട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിവ് കിട്ടും. പിന്നെ ഇതൊരു ഗെയിമാട്ടോ. അപ്പം അത് നമുക്ക് നമ്മൾ ബോർഡിലൊക്കെ പോയിട്ട് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓടിച്ച് പോകാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു ഈ ഗെയിം. അപ്പം ഇതിന് തല്ലായിരുന്നു. ധ്രുവത്തും ദ്രാനിയും കൂടെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കളിക്കാൻ വേണ്ടിയിട്ട്. കളിയിൽ അല്പം കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് തിരമാല കേട്ടോ. അത് നമുക്ക് തിരമാലകൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ എന്തോ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പം അതങ്ങനെ ഞെക്കി കഴിഞ്ഞാൽ അവിടെ തിരമാലകൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. പിന്നെ ഇത് കടലിൻ്റെ അടിത്തട്ടിൽ എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെയാട്ടോ ഈ ഒരു സെക്ഷൻ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം കടലിൻ്റെ അടിയിൽ താമസിക്കുന്ന ജീവികളൊക്കെ ഇവിടെ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മീനുകൾ മാത്രമുള്ളൊരു സെക്ഷനാട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പല കളറിലുള്ള മീനുകളും എന്ത് രസമായിരുന്നു കാണാൻ. പിന്നെ ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മീനും കൂടെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതിവിടെ പാരറ്റ് ഫിഷ് എന്നൊക്കെ ആട്ടോ കൊടുത്തത്. ഇത് ശരിക്കും നമ്മുടെ പിരാനയാണെന്ന് അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. കാരണം ഇതിൻ്റെ തന്നെ വൈറ്റ് പിരാന അവിടെ ഉണ്ട്. അപ്പോൾ വൈറ്റ് പിരാന എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പിരാനേൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, ഇതും പിരാനയാണ്. ഇതാണ് ബ്ലാക്ക് പിരാന. ഭയങ്കര ഡേഞ്ചറസ് ആയ സാധനം. ആളെ വരെ തിന്നും ഈ സാധനം. ദ്രൗനികനെ തന്നെ നോക്കിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളെ കണ്ടിട്ടാണോ എന്താ അറിയില്ല, അതങ്ങനെ നിൽക്കുകയാണോ എന്ന് അറിയില്ല. അപ്പോൾ ദ്രൗനിക പേടിച്ച് മണ്ടിയിട്ട് അവിടുന്ന്. ഇതാണ് ഞാൻ പറഞ്ഞ വൈറ്റ് പിരാന. ഈ വൈറ്റ് പിരാനനെ കണ്ട് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് അതും പിരാനയാണെന്ന് പറഞ്ഞിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ എല്ലാ മീനുകളെയും കാണാൻ. പക്ഷേ ഇതിറ്റിങ്ങളൊന്നും ഭംഗി കണ്ടിട്ട് കാര്യമില്ല. നമ്മളെ കൈയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കടി കടിച്ചാൽ പിന്നെ വിടൂലാന്ന് തോന്നും. അങ്ങനത്തെ മീനുകളാട്ടോ അതൊക്കെ. ഇവനാണ് കബൂട്ടോ കൊയ്ക്കാർപ്പ്. പേരൊക്കെ എന്താല്ലേ, അടിപൊളി പേരുകളാട്ടോ. പക്ഷെ കാണാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ മീനിങ്ങനെ ദ്രൗനികനോട് പിന്നെയും ഓരോന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ആ മീൻ പെട്ടെന്ന് ഇണങ്ങി കേട്ടോ. അത് ഡേഞ്ചറസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല നമുക്ക്. പക്ഷേ എങ്ങനെയായാലും നമുക്ക് കൈയിടാനൊന്നും കുട്ടിക്ക് കൈയിടാൻ പറ്റില്ല. കാരണം അത്രയും വലിയ അക്വേറിയമാണ്. അപ്പം നമുക്ക് സുരക്ഷിതമാണ് എന്തായാലും ഇവിടെ പോയി കഴിഞ്ഞാൽ. എന്തായാലും അത് അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ.
പിന്നെ ഇവിടുന്ന് നേരെ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിൽ പോകാൻ പ്ലാൻ ഇട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ബീച്ചിലേക്ക് വന്നതാണ്. അപ്പം ഇവിടെ കുറച്ച് നേരം കളിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ദ്രാവത്തിനെയും ദ്രവനികനെയും ധ്രുവത്തിനെയും ഒക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദ്രവനിക്കൊരു പേടിയില്ല, അവൾ പോകുന്നുണ്ട്. ദ്രാവത്തും ഇറങ്ങി, ഞാനും ധ്രുവത്തും ഇങ്ങനെ ഇറങ്ങണോ വേണ്ടേ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. പിന്നെ അതാ ഇവരിങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുന്ന കൂരിക്ക എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. അപ്പോൾ ഏട്ടൻ പണ്ട് പെറുക്കലുണ്ടായിരുന്നു എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു കൊടുത്തപ്പം അവരിങ്ങനെ പെറുക്കുക കേട്ടോ. ഈ ഒരു കൂരിക്ക അങ്ങനെ പുഴീൻ്റെ അടിയിലേക്ക് ഇങ്ങനെ പോകട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ കാണിച്ചെടുക്കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അത് ഓർന്നോർന്ന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ദ്രവനിക അതിനെ പിടിക്കുകയും ചെയ്തിട്ടോ. അപ്പോൾ പെറുക്കിക്കോളാൻ പറഞ്ഞ സമയത്ത് എല്ലാവരും കൂടെ മെനക്കെട്ട് ഇരുന്ന് പെറുക്കുക കേട്ടോ. എന്തിനാണാവോ എന്തോ ഇത് പെറുക്കിയിട്ട്. ഏട്ടൻ പണ്ട് കഴിക്കാനാണ് പെറുക്കിയത്, ഇവർ കളിക്കാനാണ് പെറുക്കുന്നത്. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം തിരയിലൊക്കെ കളിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുക കേട്ടോ. എല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ഇനി വേഗം വീടെത്തുക, അതന്നെ രക്ഷയുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ.